ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു ദിവസം കണ്ടാലോ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം. വിചാരിക്കും എനിക്ക് വേറെന്തോ പണിയുണ്ടെന്ന്. ഒരു പണിയും ഇല്ല. രാവിലെ എണീച്ച് ഇങ്ങനെ കുറച്ച് മുല്ലപ്പൂ എടുക്കുക, അത് കൊരിക്കുക, തലയിൽ വെക്കുക. അതാണ് രാവിലെ എൻ്റെ പണി. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ജാമ്പയ്ക്ക കണ്ടത്. ആപ്പിൾ ജാമ്പയ്ക്കയാണ്. അങ്ങനെ അതും കഴിച്ച് വന്ന് ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നങ്ങ് പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ താഴോട്ടിറങ്ങി. ആവശ്യമില്ലാത്തൊരു കുളം അവിടെ കിടപ്പുണ്ട്. മീനൊന്നുമില്ല, വിളവെടുപ്പൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഉമ്മ കറിവേപ്പിലയൊക്കെ എടുക്കാൻ വന്നു. എൻ്റെ കൂടെ ഞാനും പ്രകൃതിയിലെ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചു. മരത്തിൽ നിൽക്കുന്ന കായ്ക്കനികളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇത് ചക്കയാണ്, നിങ്ങൾക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. ആണിച്ചക്കയെന്ന് പറയും. ഞാനിതുവരെ കഴിച്ചിട്ടില്ല വീട്ടിലുണ്ടായിട്ടും. പിന്നെ ഇതെന്ത് ഫ്രൂട്ടാണെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നടന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടു. ഒന്നും ഞാൻ നട്ടതല്ല, വീട്ടിലുള്ളവർ തന്നെ. ഒരു കൊല നിൽപ്പുണ്ട്, വാഴക്കൊലയാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണ്, കമ്പിളി നാരങ്ങ, മാങ്ങ, ചക്ക എല്ലാം കണ്ട് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഒന്ന് ചോറ് കഴിച്ചു. പരിസരം കാണാൻ പോയ ക്ഷീണത്തിൽ കഴിച്ചതല്ല കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നേരം കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് ചോറ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഒറ്റയ്ക്കൊന്ന് കടൽ കാണാൻ പോയതിൻ്റെ ക്ഷീണം പിന്നെയാണ് മനസ്സിലായത്. വെയിലത്ത് നിന്ന് തലവേദന കാരണം 2 ദിവസം തലവേദനയായിരുന്നു. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉച്ച സമയത്ത് കടൽ കാണാൻ എന്താ രസം എന്നറിയോ. നല്ല ചൂടും നല്ല തണുത്ത വെള്ളവും. എന്ത് രസം. ആരുമില്ല ശല്യത്തിന്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം. അവിടെ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, തെങ്ങിലൊന്നും ഒന്നുമില്ല. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്ത വിശേഷം. അത് വളരെ വലിയൊരു വിശേഷമായിരുന്നു. എന്താണെന്ന് വെച്ചാലും ഒരു മയിൽ വന്ന് അതിനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അതിപ്പോഴെങ്ങാനും പീലി വിടർത്തുമോ പറഞ്ഞ് നോക്കിയിരുന്നാൽ അതൊരു വിധത്തിൽ പീലി വിടർത്തത്തില്ല. അതിങ്ങനെ സ്വന്തം ശരീരം വൃത്തിയാക്കിയിരുന്നു. എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അപ്പം താത്തിടും. ഞാൻ പീലി പൊക്കുന്നേന്നും പറഞ്ഞ് നോക്കിയിരിക്കും. പീലി പൊക്കത്തില്ല, താത്തിടും. അപ്പം എന്താ വെച്ചാലും അതിനൊരു പണി കൊടുത്ത് ഫോണെടുത്തൊരു പെൺമയിലിൻ്റെ സൗണ്ടും കിട്ടി. ഇത് ആൺമയിലാണല്ലോ. അപ്പോൾ ഒരു പെൺമയിലിൻ്റെ സൗണ്ട് കേട്ട് അത് അങ്ങോട്ട് പോയി. അതെന്തായാലും വീഡിയോ എടുത്തില്ല. അങ്ങനെ അതിൻ്റെ ചെവിക്കെന്തോ പ്രശ്നമുണ്ട്. സൗണ്ട് കേട്ട ഭാഗത്തേക്കല്ല അത് വന്നത്, വേറെ അങ്ങോട്ടോ പോയി. പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കിയിരുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത് ഗൈസ്. പിന്നെ പറയാനും മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊന്നും പറയാനില്ല, കാണാനുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ദിവസം. ഇതേപോലെ മടി പിടിച്ചൊരു വേറൊരു ദിവസത്തോടെ ഞാൻ വരാം. ബായ്.